ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ദേശീയ കർഷക ദിനം. നാളെ രാജ്യം ദേശീയ കർഷക ദിനം ആഘോഷിക്കുന്നു. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് കർഷകർ നൽകിയ മഹത്തായ സംഭാവനകളെ ഉയർത്തിക്കാട്ടുന്നതിനും അഭിനന്ദിക്കുന്നതിനുമുള്ള അവസരമായാണ് ഈ ദിനം കണക്കാക്കുന്നത്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയും പ്രമുഖ കർഷക നേതാവുമായിരുന്ന ചൌധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ കർഷകരുടെ ചാമ്പ്യൻ എന്നറിയപ്പെടുന്ന ചൌധരി ചരൺ സിംഗ് 1902 ഡിസംബർ 23 ഉത്തർപ്രദേശിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും അവരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള നയങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷി. ജനസംഖ്യയുടെ ഏകദേശം 58% പേർക്ക് തൊഴിൽ നൽകുകയും രാജ്യത്തിന്റെ GDPയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്ന മേഖല. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ ലോകത്ത് 1ാം സ്ഥാനത്തും നെല്ലരിയുടെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുമെത്താൻ രാജ്യത്തിന് കഴിഞ്ഞു. മറ്റ് കാർഷിക വിളകളുടെ കാര്യത്തിലും ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ. കൃഷിഭൂമി സ്വന്തമായുള്ള കർഷക കുടുംബങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എല്ലാ വർഷവും 6000 രൂപ വീതം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന പദ്ധതിയാണ് അവയിൽ ഏറ്റവും വലുത്. 27 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ ഈ പദ്ധതി വഴി ആനുകൂല്യം ലഭിച്ചു വരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാർഷിക മേഖലയാണ്. അതിന്റെ കെടുതികളിൽ നിന്നും കർഷകനെ രക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ഭാഗമായി കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇതോടൊപ്പം കേരള സർക്കാർ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സബ് മിഷൻ ഓൺ അഗ്രി മെക്കനൈസേഷൻ അഥവാ സ്മാം പദ്ധതി കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കി വരുന്നു. വ്യക്തിഗത ആനുകൂല്യമായി 40 മുതൽ 50% വരെ സബ്സിഡിയും കർഷക സംഘങ്ങൾക്ക് 80% വരെ സബ്സിഡിയും ഇതിലൂടെ നൽകി വരുന്നു. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അവലംബിക്കുന്നതിനായി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി വഴി 50 മുതൽ 55% വരെ സബ്സിഡി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയിലൂടെ കർഷകർക്ക് നൽകി വരുന്നു. പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി നടപ്പിലാക്കി വരുന്നു. പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിനായി രാഷ്ട്രീയ കൃഷി വികാസ് യോജന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നടപ്പിലാക്കി വരുന്നു. ഭക്ഷ്യ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. എണ്ണപ്പന കൃഷിക്കാണ് ഇതിലൂടെ പ്രോത്സാഹനം ലഭിക്കുന്നത്. കാർഷിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഭരണ സംസ്കരണ പ്രോജക്റ്റുകൾ സ്ഥാപിക്കുന്നതിനുമായി അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഭക്ഷ്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് എന്റർപ്രൈസസ് എന്ന പദ്ധതി വഴി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും യന്ത്ര സൗകര്യങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമായി സബ്സിഡികൾ നൽകി വരുന്നു. ബാങ്കുകൾ വഴി ലളിതമായ നടപടിക്രമങ്ങളിലൂടെ കൃഷിക്ക് പ്രവർത്തന മൂലധനം 3% പലിശ ഇളവോടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി വഴി നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന നബാർഡ് വഴി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് ഫോർ സ്റ്റേറ്റ്സ് അഥവാ റിയാസ് എന്ന പദ്ധതികളിലൂടെ സംസ്ഥാന സർക്കാരുകൾക്ക് ദീർഘകാല വായ്പകൾ നൽകുന്നു. കാർഷിക മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാന തലങ്ങളിലുള്ള കാർഷിക ക്ഷേമ പദ്ധതികളുമാണ് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയിട്ടുള്ളത്. ചെറുകിട കർഷകർക്ക് പെൻഷൻ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന,
പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കിസാൻ ക്രെഡിറ്റ് കാർഡ്, കാർഷിക അടിസ്ഥാന സൌകര്യ ഫണ്ട് തുടങ്ങി കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ കർഷകർക്ക് സ്ഥായിയായ വരുമാനം ലഭ്യമാക്കുന്നതിനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും കാര്യമായ പങ്കുവഹിക്കുന്നു. കാർഷിക മേഖല നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. കാർഷിക ഭൂമി ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക വഴി ഭൂമി ലഭ്യത കുറഞ്ഞുവരുന്നു. കാർഷിക മേഖലയേക്കാൾ ആകർഷകമായ വേതനം കാർഷികേതര മേഖലയിൽ നിന്നും ലഭിക്കാൻ തുടങ്ങിയതോടെ പുതിയ തലമുറ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. വരുമാനത്തിലുള്ള കാലദൈർഘ്യവും കാലാവസ്ഥാ വ്യതിയാനവും കമ്പോള വിലയുടെ അസ്ഥിരതയും സാമൂഹിക സ്വീകാര്യതയിലെ കുറവും കൃഷി പുതിയ തലമുറയ്ക്ക് അനാകർഷകമാക്കി തീർത്തു. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതായുണ്ട്. കാർഷിക മേഖലയിൽ ഇന്ന് നിരവധി സാധ്യതകളാണുള്ളതെന്നും കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുകയാണ് വേണ്ടതെന്നും കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർമാൻ ശ്രീ KG ആന്റണി. റബ്ബർ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് നല്ല വിലയാണ്. പ്രത്യേകിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏലവും കുരുമുളകും ഒക്കെ ഇന്ന് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുകയാണ്. 2700-3000 വരെ ഏലക്ക വില നിൽക്കുമ്പോൾ 700 രൂപ വരെ കുരുമുളകിന്റെ വില നിൽക്കുന്നു. മഞ്ഞളിന്റെ വില അതുപോലെ ഉയർന്നു നിൽക്കുന്നു. ഇഞ്ചിയുടെ വില ഉയർന്നു നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവന് ഉൽപാദനത്തിനനുസരിച്ച് ഉയർന്ന വില ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, യുവ കർഷക ഗ്രൂപ്പ് അവർ കൃഷിക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. കാലങ്ങളായി കൃഷിയുമായി ബന്ധപ്പെട്ട് അനുവർത്തിച്ചു വന്നൊരു പൊതു സമീപനം ജനങ്ങളിൽ നിന്നുണ്ടായ കൃഷി നഷ്ടമാണ് എന്നുള്ള സമീപനമാണ്. ഇത് കേട്ട് വളർന്ന പുതിയ തലമുറ അതിൽ നിന്ന് മാറി എന്നുള്ളതാണ് ഇന്നത്തെ ഈ കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം. അപ്പോൾ സാധ്യതകൾ വളരെയേറെ നിലനിൽക്കുമ്പോഴും സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു പൊതു സമൂഹം അല്ലെങ്കിൽ ഒരു കർഷക സമൂഹം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്ന്, ക്ലിയർ ആയിട്ടുള്ള മെക്കനൈസേഷൻ നടപ്പാവണം. പാട്ടകൃഷിക്ക് നിയമപരമായ സാധ്യത കൊടുക്കുകയും ദീർഘകാല വ്യവസ്ഥയിൽ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ചെറുപ്പക്കാരായ കർഷകരെ ഏൽപ്പിക്കാനും ഗവൺമെന്റ് തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഭാവി ഇന്ന് കാർഷിക മേഖലയ്ക്കുണ്ട്. രണ്ടാമത്തെ കാര്യം ഭക്ഷ്യ സംസ്കരണ മേഖലയാണ്. ഭക്ഷ്യ സംസ്കരണത്തിൽ നിന്ന് നൂതനങ്ങളായ ഒട്ടേറെ യന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിന് എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ സാധ്യത വന്നിരിക്കുന്നു. വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങൾ വന്നതോടുകൂടി നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കയറ്റുമതി മേഖലയിൽ ഒരു 2% സാന്നിധ്യം മാത്രമേ കേരളത്തിനുള്ളൂ. കേരളത്തിൽ നിന്ന് ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായി മൂല്യവർദ്ധനവിലൂടെ യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അതിനെ പാക്ക് ചെയ്ത് നേരിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യതയാണ് ഇന്ന് കേരളത്തിന് അനിവാര്യമായി വേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ കേരളം സ്വർഗമായി മാറും. നമ്മുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണിന്റെ പ്രത്യേകതകളും എല്ലാം വ്യത്യസ്തമായ വിള രീതികൾക്ക് അനുയോജ്യമാണ്. ഭക്ഷ്യവിളകൾ മാത്രമല്ല, നാണ്യവിളകളും തോട്ടം വിളകളും നമ്മുടെ കാർഷിക മേഖലയിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു. കേരളത്തിലെ കൃഷി പ്രധാനമായും കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളെയും നാളികേരം, റബ്ബർ, തേയില, കാപ്പി തുടങ്ങിയ നാണ്യവിളകളെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. ഒപ്പം നെല്ല്, പച്ചക്കറികൾ, പഴങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയും ഉൾക്കൊള്ളുന്നു. വെള്ളായണി കാർഷിക സർവകലാശാലയിലെ അധ്യാപിക പ്രൊഫസർ ബേല മനോജ്. മൂല്യവർദ്ധനം അഥവാ വാല്യൂ അഡീഷൻ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും വിളവ് നാശം കുറയ്ക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ചെറുധാന്യങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പയറുവർഗ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ സംസ്കരണങ്ങൾ തുടങ്ങിയവ പോഷകമൂല്യങ്ങൾ വിപണി മൂല്യവും കൂട്ടുന്നു. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്കായി ഇത് നല്ല വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കർഷക ദിനത്തിൽ മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ പോഷിപ്പിക്കുന്ന കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കാം. പോഷക സൂക്ഷ്മ കൃഷി, സ്ത്രീകളുടെ ശക്തമായ പങ്കാളിത്തം, മൂല്യവർദ്ധനം എന്നിവയിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവും സുസ്ഥിരമായ ഇന്ത്യയെ നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. രാജ്യത്തിന്റെ കാർഷിക രംഗം ഇന്ന് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. നൂതനാശയങ്ങൾ അവലംബിച്ചുകൊണ്ട് പുതിയ പുതിയ കാർഷിക അറിവുകളും പരിശീലനങ്ങളും നേടാൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് സൗകര്യങ്ങൾ ഏറെയാണ്. തിരുവനന്തപുരം നേമത്ത് നിന്നുള്ള കൃഷി ഓഫീസർ ശ്രീ KG ബിനുലാൽ. ഇന്ന് സംസ്ഥാന കൃഷി വകുപ്പ്
കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ധാരാളമായ പദ്ധതികൾ ഇന്ന് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ ഒന്ന്, ഒരാളൊരു കൃഷി ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അയാൾക്കാവശ്യമായ എല്ലാ സൗകര്യവും ഇന്ന് സംസ്ഥാന കൃഷി വകുപ്പ് കൃഷിഭവനുകൾ വഴി നടപ്പിലാക്കുന്നുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിത്ത് മുതൽ വിപണി വരെ, അതിനേക്കാൾ ഉപരി നിലമൊരുക്കൽ മുതൽ വിപണി വരെ കർഷകനെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഒരു കൃഷിഭവനിലേക്ക് ഒരു കർഷകൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ എത്തിയാൽ അദ്ദേഹത്തിന് നിലമൊരുക്കാൻ ആവശ്യമായ സാഹചര്യം, അല്ല എന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗുകളിൽ അല്ലെങ്കിൽ ചട്ടികളിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ പോട്ടി മിശ്രിതം, അതിലേക്ക് നടാൻ ആവശ്യമായ നടീൽ വസ്തുക്കൾ, വളങ്ങൾ ഉൾപ്പെടെ എല്ലാം ലഭ്യമാകാൻ ആവശ്യമായ സൗകര്യം ഇന്ന് നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷിഭവനിലേക്ക് എത്തിക്കഴിയുന്ന കർഷകന് ആവശ്യമായ പരിശീലനം ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റുൽപാദനോപാധികൾ ലഭ്യമാക്കുന്നതിനും ഇത് കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. കൂടാതെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നത് വിപണി ലഭ്യമല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നത് ധാരാളമായ പദ്ധതികൾ ഇന്ന് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമുക്കറിയാം, ഇന്ന് സർക്കാർ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കി വരുന്ന ഒന്നാണ് കേരള അഗ്രോ ബ്രാൻഡിംഗ്. ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള പുതിയ ആളുകൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ഇന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ നേതൃത്വത്തിൽ 2 കോടി രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന പ്രൊജക്ടുകൾ ഇന്ന് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ പരിശീലനം, അത് വിപണനം നടത്താൻ ആവശ്യമായി കേരളത്തിലാകമാനം 15 ഔട്ട്ലെറ്റുകൾ കേരള അഗ്രോ ബ്രാൻഡ് എന്ന പേരിൽ തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ്. ചെറുപ്പക്കാരാണ് ഇപ്പോൾ കൃഷിയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നതൊരു നല്ല സൂചനയാണ്. ഒറ്റയ്ക്കുള്ള കൃഷി മാറി കൂട്ടുകൃഷിയിലും ഇന്ന് നിരവധി പേർ താല്പര്യം പ്രകടിപ്പിക്കുന്നു. കൃഷി എന്നും ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണെന്ന് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള കർഷകൻ VT സുനിൽ. 12 വർഷക്കാലമായിട്ട് കാർഷിക മേഖലയിൽ സജീവമാണ്. കൃഷിയാണ് മുഖ്യ വരുമാനവും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതമാർഗവും കൃഷിയാണ്. ട്രിപ്പ് സർട്ടിഫിക്കറ്റ് സംവിധാനത്തിലുള്ള നമ്മൾ കൃഷികളെല്ലാം ചെയ്യുന്നത്. കൃത്യത കൃഷിരീതി എന്ന് പറയുന്നത്, അതായത് കൃത്യമായ ജലസേചനവും കൃത്യമായ വളവും അതുപോലെ തന്നെ കൃത്യമായ പരിചരണവും നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ പറമ്പൊക്കെ നന്നായിട്ട് ട്രാക്ടർ മുഖാന്തരം പറമ്പ് നന്നായിട്ട് ഉഴുതു മറിച്ചതിന് ശേഷം കുമ്മായം കൊടുത്ത് അതിന് മേലെയാണ് നമ്മൾ വളങ്ങളെല്ലാം കൊടുക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും വളമായിട്ട് ഉപയോഗിക്കുന്നത് കോഴിവളവും ചാണകവും വേപ്പിൻ പിണ്ണാക്കുമാണ്. അതോടൊപ്പം തന്നെ അതെല്ലാം മണ്ണിട്ട് മൂടിയതിനു ശേഷം തൈകൾ നട്ടുകൊടുക്കുന്ന രീതിയാണ്. ഓരോ ഘട്ടത്തിലും ഓരോ സ്വഭാവം അനുസരിച്ചുള്ള കൃഷി രീതികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണം വരുമ്പോൾ പൂക്കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. വിഷു വരുമ്പോൾ കണിവെള്ളരിയും കണിമത്തനും വലിയ പ്രാധാന്യം കൊടുക്കും. മണ്ഡലകാലമാണ് ഇപ്പോൾ, മണ്ഡലകാലത്തിന് പച്ചക്കറിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. വേനൽ തടുക്കുമ്പോൾ നമ്മൾ തണ്ണിമത്തനും ക്ഷമാവും പൊട്ടുവെള്ളരി അടക്കമുള്ള കുക്കുമ്പറിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മൾ 365 ദിവസവും പച്ചക്കറി കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വിളവ് കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഏകദേശം 12 ഏക്കർ വരുന്ന സ്ഥലത്ത് ഞാൻ പച്ചക്കറി കൃഷി എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. ഒന്നിച്ചല്ല ഇത് ചെയ്യുന്നത്, ഇടപെട്ടാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് വിളവ് തീരുമ്പോൾ മറ്റു സ്ഥലത്ത് വിളവ് കിട്ടണം എന്ന രീതിയിലാണ് നമ്മൾ കൃഷികൾ ചെയ്യുന്നത്. അങ്ങനെ കൃഷി എപ്പോഴും ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ്. നന്നായി പണിയെടുക്കുകയും മണ്ണറിഞ്ഞ് അതിൽ വളം കൊടുക്കുകയും മണ്ണിനെ സ്നേഹിക്കുകയും മണ്ണിനെ കേടുവരുത്താതെ ഇരിക്കുകയും ചെയ്താൽ നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ മികച്ച ഒരു വരുമാനം കിട്ടുകയും ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്താനുള്ള ഒരു മാർഗവുമാണ് കൃഷി എന്നാണ് ഞങ്ങളെ കുട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം. കർഷകരുടെ പങ്ക് കേവലം കൃഷിയിൽ ഒതുങ്ങുന്നില്ല. മറിച്ച് അവർ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം നിലനിർത്തുകയും ഗ്രാമവികസനത്തിന്റെയും രാഷ്ട്രനിർമ്മാണത്തിന്റെയും ശില്പികളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും പ്രതിരോധശേഷിയുള്ളതും സമ്പന്നവുമായ ഒരു ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുന്നു. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കാൻ സർക്കാരുകളെയും സംഘടനകളെയും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാത്തിനുമുപരി സമ്പന്നനായ ഒരു കർഷകനാണ് ഒരു സമ്പന്നമായ രാജ്യത്തിന്റെ ആണിക്കല്ല് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീവിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.